ഇന്നൊരു വാട്ടേ ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. ഹോസ്റ്റലിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. രാവിലെ കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തില്ല, ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊഞ്ചേറി കൂട്ടി ചോറ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മച്ചിയുടെ അനിയൻ എനിക്ക് ലോട്ടസ് ബിസ്കോഫും മറ്റേ നമ്മുടെ കുനാഫയും കൂടെ ചേർന്നിട്ടുള്ള മറ്റേ പിസ്താഷ്യൂ കുനാഫയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡെസേർട്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിതുപോലുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നല്ല ആസ്വദിച്ചത് കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല ബമ്പിളി മാസ് ഇരിപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ഉപ്പും എടുത്ത് മുളക് പൊടി എടുത്ത് അറഞ്ച പുറച്ചായിട്ട് കുഴച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരൊറ്റ പിടി അങ്ങനെ പിടിച്ചു കേട്ടോ. അത് കഴിച്ചിട്ടപ്പോൾ എൻ്റെ മുച്ചി പറഞ്ഞു, മക്കളെ മുറ്റം തൂക്കാൻ കിടപ്പുണ്ട്, തൂത്ത് സഹായിക്കാമോ? പിന്നെന്താ, തുറപ്പെടുത്ത് അങ്ങോട്ട് ഇറങ്ങി തൂത്ത് കൂട്ടി. എന്നിട്ട് അപ്പം തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒരു വൈകിട്ട് സമയമായി. ആ സമയത്തൊക്കെ ഈ കൊതുകും ഈച്ചയൊക്കെ വന്ന് ഈ പോത്തുകൂട്ടന്മാരെ ഭയങ്കരമായിട്ട് കടിക്കും. അപ്പോൾ നമ്മൾ തീ കത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുക കൊണ്ട് അതിന് അങ്ങനെയുള്ള കൊതുകും ഈച്ചയും കാര്യങ്ങളൊന്നും കടിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു, കത്തിച്ചായിരുന്നു കേട്ടോ. കത്തിച്ച് കുറച്ച് നേരം ഞാൻ അവിടെ അപ്പുറത്തേക്ക് കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പ്രകൃതി രമണീയമായി കൂടെ നമ്മൾ നിൽക്കണമല്ലോ, എൻ്റെ കോഴിയൊക്കെ ഓടിപ്പോണ്. അത് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. അപ്പോഴത്തേക്കും അനിയും കഴിച്ചിട്ട് വെച്ചതിൻ്റെ ബാക്കി കൊഞ്ചിൻ്റെ തലയും ചോറൊക്കെ ഇരിക്കുന്നു. നമ്മളെന്തിനാ ആഹാരം വേസ്റ്റാക്കുന്നത്? വേസ്റ്റാക്കാൻ പാടില്ല. നല്ല കറിയുള്ളത് കൊണ്ട് തന്നെ, ഞാനുണ്ടാക്കിയ കറി ആയതുകൊണ്ടും തന്നെ ഞാൻ ആ ചോറും കൂടെ എടുത്ത് കഴിച്ചായിരുന്നു. കഴിച്ചിട്ട് നമ്മുടെ ഡെസേർട്ടിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും കഴിച്ചത് പാത്രം വെടിപ്പാക്കി. ഇപ്പം തന്നെ സന്ധ്യ സമയമായി. അപ്പോഴത്തേക്കും ഒരു മാങ്ങ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഉപ്പും മുളകും ഇട്ട് അത് കഴിച്ചു. ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിലെ മക്കളെ കിഴങ്ങും മീൻകറിയുണ്ട്, വരുന്നോ കഴിക്കാൻ? പിന്നെന്താ, ദേ വരുന്നു എന്നും പറഞ്ഞു പോയി. സദ്യയുടെ കൂടെയുള്ള റോസ് കളർ പച്ചടിയോ കിച്ചടിയോ ആ കറിയും മീൻകറിയും മുരിങ്ങയില തോരനും കിഴങ്ങും എല്ലാം ഉണ്ടായി. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ മാമി എന്ത് ചെയ്തു, വാ ഇടിയപ്പം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചു. അപ്പോഴത്തന്നെ എന്താ, ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി കൂടാണ്ട് നല്ല പുളിയിട്ട മീൻകറി ഉണ്ടെന്ന് മാമി പറഞ്ഞായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഒരു ഇടിയപ്പവും എടുത്ത് മീൻകറിയും കൂട്ടി അങ്ങ് കഴിച്ചു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും നല്ല അവിച്ച ചീനിയും ചായയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള ചീനിയായതുകൊണ്ട് അതും കഴിച്ചു. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒരു മാതളത്തിൻ്റെ ഒരു ജ്യൂസും കുടിച്ച് കിടന്നിറങ്ങി.